അങ്ങനെ ഒടുവിൽ 2024 നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. ഒരുപാടധികം പ്രതീക്ഷകളോടുകൂടെ 2025 നമ്മൾ ഓരോരുത്തരും കാലെടുത്ത് വെക്കാനിരിക്കുകയാണ്. എന്നാൽ ഈ പറഞ്ഞ 2025 എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ഈ ഒരു വീഡിയോയിലൂടെ ബാബ വാങ്കിയുടെയും നോസ്ട്രഡാമസിൻ്റെയും പ്രഡിക്ഷൻസും അതുപോലെ തന്നെ 2025 നടക്കാൻ 100% സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. Aflu here. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വർഷം തീരാനായി അപ്പോഴേക്ക് പ്രഡിക്ഷൻസുമായിട്ട് അവൻ വന്നുവെന്ന്. അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷത്തിൻ്റെയും അവസാനമാകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ തൊട്ടടുത്ത് വരാനിരിക്കുന്ന വർഷത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി ഉള്ള പ്രഡിക്ഷൻസും മറ്റുമൊക്കെ ഇതുപോലെ തന്നെ വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളതൊക്കെ തന്നെയും കണ്ടിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ 2024 നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഏതായാലും 2024 സാധിച്ചു. ഇനിയും അങ്ങോട്ട് 2025 ഏവർക്കും ഒരുപോലെ തന്നെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ആശംസിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നോസ്ട്രഡാമസിൻ്റെയും അതുപോലെ തന്നെ ബാബ വാങ്കയുടെയും പ്രഡിക്ഷൻസ്. ഇവർ രണ്ടുപേരും ആരാണെന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. പ്രവാചകരായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവചിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ തന്നെ ഹിറ്റ്ലറിൻ്റെ ഉദയം, അതുപോലെ തന്നെ COVID-19 പാൻഡമിക്, ട്വിൻ ടവറിൻ്റെ തകർച്ച, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഒരുപാട് അനേകം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ പ്രവചിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഇവരുടെ പ്രവചനങ്ങളും അതുപോലെ തന്നെ 2025 100% നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ആദ്യം തന്നെ പ്രവചനങ്ങളിലേക്ക്, നോസ്ട്രഡാമസിൻ്റെയും ബാബ വാങ്കയുടെയും പ്രവചനങ്ങളിലേക്ക് കടക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ക്യൂർ ഫോർ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ക്യാൻസറിന് മരുന്ന് അല്ലെങ്കിൽ ക്യാൻസറിന് ശമനമായിട്ടുള്ളൊരു കാര്യം കണ്ടെത്തുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ബാബ വാങ്കിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവചനം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവരുടെ പ്രവചനം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതാണ്. അതുമേ പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് 2025 ക്യാൻസറിനുള്ളൊരു ക്യൂർ കണ്ടെത്തും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇനി അത് നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാകും. റഷ്യ ഇതിനോടകം തന്നെ ക്യാൻസറിനുള്ളൊരു വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 2025 ജനുവരിയോട് കൂടിയിട്ട് അത് ആളുകളിലേക്ക് അവർ ഫ്രീ ആയി തന്നെ വിതരണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ബാബ വാങ്കിയുടെ പ്രവചനം 2025 യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാക്സിൻ ക്യാൻസർ രോഗികളിലേക്ക് എത്തുന്നത്, അത് എങ്ങനെയാണ് ക്യാൻസറിനെ തടയാൻ നമ്മളെ ഏവരെയും ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രഡിക്ഷനിലേക്ക് കടക്കാം. ഇത് എക്സ്ട്രാ ടെറസ്ട്രിയൽസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പ്രവചനം നടത്തിയിട്ടുള്ളത് ബാബ വാങ്ക് തന്നെയാണ്. ഈ 2025 എക്സ്ട്രാ ടെറസ്ട്രിയൽസുമായിട്ട് മനുഷ്യർ ബന്ധം സ്ഥാപിക്കുമെന്നുള്ളതാണ് ഈ ഒരു പ്രവചനം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അന്യഗ്രഹ ജീവികളോട്, ഏലിയനുകളോട് മനുഷ്യരൊരു കണക്ഷൻ സ്ഥാപിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ഈ ഒരു പ്രവചനവുമായി ബന്ധപ്പെട്ട് പലരും വ്യാഖ്യാനിക്കുന്നത്. നമുക്കിപ്പോഴും കൃത്യമായിട്ട് ഉത്തരം അറിയാത്ത, നമ്മൾ വലിയ തോതിൽ തന്നെ ക്യൂരിയസ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണല്ലേ, ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു കോണിൽ ജീവനുണ്ടോ എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഉണ്ടെന്നോ ഇല്ല എന്നോ തീർത്ത് പറയാൻ കഴിയാത്ത നിലയിൽ തന്നെ അവശേഷിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്. എന്തൊക്കെ തന്നെ ആയാലും ഇങ്ങനൊരു പ്രവചനം ബാബ വാങ്ക നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതോട് ചേർത്തിട്ട് അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതൊരു മാർഷ്യൻ വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മനുഷ്യരുടെയും ഏലിയനുകളുടെയും ഇടയിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും അത് വലിയ യുദ്ധങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇതിനോട് അവർ ചേർത്ത് വെക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇത് എത്രത്തോളം നടക്കും, എത്രത്തോളം സാധ്യമാകും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പേഴ്സണലി എനിക്ക് തോന്നുന്നു ഇത് നടക്കാൻ സാധ്യതയില്ലെന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഇനി മൂന്നാമത്തെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് യൂറോപ്പുമായി ബന്ധപ്പെട്ടതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോലും 2025 എത്തുമെന്ന് പറയുന്ന ഒരു പ്രഡിക്ഷനാണിത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി തന്നെയാണ്. ഓരോ രാജ്യങ്ങളുടെയും താല്പര്യങ്ങളുടെ, അവരുടെ പൊളിറ്റിക്സിനൊക്കെ അനുസരിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബാബ വാങ്കയും നോസ്ട്രഡാമസും ഒരുപോലെ പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന
കാര്യമാണ് നമ്മളേവരെയും അതിശയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാളും രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇരുവരും ഒരുപോലെ തന്നെ പ്രവചിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും വിശദീകരിക്കുന്നത്, നമുക്കറിയാം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയും പരിശോധിക്കുകയാണെങ്കിൽ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരുക എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയാണ് റഷ്യ യുക്രൈനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നതും വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെയും എത്തിയിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു യുദ്ധം കാരണമായിരിക്കാം ഒരു പക്ഷേ യൂറോപ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന നിലക്കാണ് പലരും വിശദീകരിക്കുന്നത്. മാത്രവുമല്ല ഇത്തരത്തിൽ യൂറോപ്പിനകത്ത് നടക്കുന്ന ഇന്റേണൽ കോൺഫ്ലിക്റ്റ് വലിയൊരു ഗ്ലോബൽ ഇവന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ യുദ്ധത്തിലേക്ക്, ഗ്ലോബൽ വാറിലേക്ക് പോലും എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബാബ വാങ്ക പറഞ്ഞു വെക്കുന്നുണ്ട്, അവർ പ്രവചിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നൊസ്ട്രാഡാമസ് നടത്തിയിട്ടുള്ളതാണ്. അത് ബ്രസീലുമായി ബന്ധപ്പെട്ടതാണ്. ബ്രസീലിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടാകും, അതുപോലെ തന്നെ വലിയ തോതിൽ വോൾക്കാനിക് ആക്ടിവിറ്റികൾ 2025 സംഭവിക്കും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഒരു കാര്യവും യഥാർത്ഥത്തിൽ 2025 സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നൊസ്ട്രാഡാമസിൻ്റെ ഒക്കെ തന്നെയും ഒരു കവിതയുണ്ട്, ലേ പ്രൊഫസീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നും പല കാര്യങ്ങൾ ശേഖരിച്ചിട്ടാണ് 2025 നടക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ചാണ് നൊസ്ട്രാഡാമസ് പറഞ്ഞിട്ടുള്ളതെന്ന നിലയിൽ പലരും അതിനെ വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് നൊസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മാറി വരുന്നത്. ബാബ വാങ്കയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളുടെ പല ആളുകളും അവരുടേതായ രീതിയിൽ വിവക്ഷണങ്ങൾ വെക്കുന്ന അവസരത്തിലാണ് ഓരോ വർഷത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിട്ട് അതൊക്കെ തന്നെയും മാറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെ തന്നെയും നമുക്കങ്ങ് ഒഴിവാക്കാം. ഈ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ പ്രവചനങ്ങൾ മൊത്തം ഒന്ന് മാറ്റി നിർത്തിയിട്ട് 100% ലോകത്ത് 2025 നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് എയർ ടാക്സികളാണ്. അതെ, സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ടാക്സികളുടെ കാലൊക്കെ കഴിഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ റീസെൻ്റ്ലി ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ജൈടെക്സിൻ്റെ എക്സ്പോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെയും നമുക്ക് ഇത്തരത്തിലുള്ള പറക്കുന്ന ടാക്സികളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ നേരെ അതിനകത്ത് കയറിയിരിക്കുന്ന അവസരത്തിൽ എങ്ങോട്ടാണോ അവരെത്തിക്കേണ്ടത് അതേ ഒരു സ്ഥലത്തേക്ക് കൃത്യമായ നിലയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ടാക്സികൾ പറന്ന് ചെന്ന ആളുകൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നതായിരിക്കും. ഈ സാധാരണഗതിയിൽ ഈ ട്രാഫിക്കും മറ്റുമൊക്കെ മറികടക്കാനുള്ള ഇനി അങ്ങോട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കൂടിയാണ് ഇത്തരത്തിലുള്ള പറക്കുന്ന ടാക്സികൾ. തീർച്ചയായിട്ടും ഇത്തരം ടാക്സികളൊക്കെ തന്നെയും ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക, പറക്കുന്ന കാറുകളാണെങ്കിലും ടാക്സികളാണെങ്കിലും ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക കയ്യിൽ അത്യാവശ്യത്തിലേറെ പണമുള്ള ആളുകൾ തന്നെയായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലം കഴിയുമ്പോൾ സാധാരണക്കാർക്ക് കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരുപക്ഷേ ടാക്സികൾ മാറി വരാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ, ഡ്രൈവർലെസ് കാറുകൾ, ടാക്സികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 2025 ഇത്തരത്തിൽ ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഓടി നടക്കുന്നതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ടാക്സികൾ സർവീസ് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ദുബായിലൊക്കെ തന്നെയും അതിൻ്റെ പരീക്ഷണങ്ങൾ വലിയ തോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ടാക്സികൾ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡ്രൈവർ ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ഓടുന്ന കാറുകൾ നേരെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും നമ്മളെ എവിടെയാണോ ഡ്രോപ്പ് ചെയ്യേണ്ടത് അതേ സ്ഥലത്തേക്ക് കൃത്യതയോടുകൂടി തന്നെ ഓടിച്ചു കൊണ്ട് എന്ന് നമ്മളവിടെ ഇറക്കി വിടുകയും ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ടെസ്ല ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിൽ തന്നെ ഒരു ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ഒരു പോഡ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഭാവി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രൈവർ ഇല്ലാത്ത കാറുകളും വാഹനങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു വലിയ കാൽവെപ്പ് തീർച്ചയായിട്ടും നടക്കുക 2025 തന്നെ ആയിരിക്കും. ഇനി അടുത്ത നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ക്രൂഡ് സ്പേസ് മിഷനാണ്. ഗഗൻയാൻ എന്ന ഇന്ത്യയുടെ ISROയുടെ ഈ ഒരു മിഷനിലൂടെ 3 ബഹിരാകാശ യാത്രികർ, 3 ആസ്ട്രോനോട്ട്സ് നേരെ ബഹിരാകാശത്തേക്ക് എത്താനും അവിടെ 3ഓളം ദിവസം താമസിക്കാനും പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വലിയ കാൽവെപ്പ് തന്നെയായിരിക്കും ഈ ഒരു കാര്യം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ആസ്ട്രോനോട്ട്സിനൊക്കെ തന്നെയും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ റഷ്യയിലും മറ്റുമൊക്കെ ആയിട്ട് വ്യത്യസ്ത ട്രെയിനിങ്ങുകളിലൂടെയും മറ്റൊക്കെ കടന്നു പോവുകയാണ്. എന്തൊക്കെ തന്നെയായാലും 2025 ഈ ഒരു മിഷൻ്റെ ഡേറ്റ് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള 3 ആളുകൾ ആദ്യമായിട്ട് നേരെ ബഹിരാകാശത്തേക്ക്, അതും ISROയുടെ ഗഗൻയാൻ എന്ന് പറയുന്ന മിഷനിലൂടെ ബഹിരാകാശത്തേക്ക് എത്താൻ പോവുകയാണ്. ഈ ഒരു കാര്യം 100% നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇതിന് യാതൊരു വിധത്തിലുള്ള
തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. ഇനി അങ്ങോട്ട് ഇത് മാറ്റി വെക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനും സാധിക്കില്ല. നമുക്കറിയാം ഓൾറെഡി അമേരിക്ക ഒക്കെ തന്നെയും സ്പേസിലേക്ക്, ചന്ദ്രനിലേക്ക് ആളുകൾ എത്തിക്കാനുള്ള മിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോഴും അത് കൃത്യമായ നിലയിൽ തന്നെ ചന്ദ്രനിലേക്ക് ഒരു സ്ത്രീ ഉൾപ്പെടെ അവർക്ക് എത്തിക്കാനുള്ള ആ മിഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. 2025 നടക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗൂഗിൾ അവരുടെ ക്വാണ്ടം ചിപ്പ് പുറത്തിറക്കി, വിലോ എന്ന് പറയുന്ന ക്വാണ്ടം ചിപ്പ് പുറത്തിറക്കി എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നിലവിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഏറെക്കുറെ 1 ട്രില്യൺ വർഷം സമയമെടുത്ത് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലത്തെ ഇവരുടെ ഈ ഒരു വില്ലോ എന്ന് പറയുന്ന ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട്, ഈ ഒരു ക്വാണ്ടം ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, അതിൻ്റെ ഒരു പവർ എത്രത്തോളം ആയിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ക്വാണ്ടം ചിപ്പുകൾ വരിക വഴി ലോകത്ത് ടെക്നോളജിയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ 2025 തന്നെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും പ്രോബ്ലം സോൾവിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെയും വലിയ മാറ്റങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വരുന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂർണ്ണമായിട്ടും ഒരു AI അവതാരമൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കും. ഇനി അടുത്തതായിട്ട് നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം ഹ്യൂമനോയിഡ് റോബോട്ടുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ടെസ്ല അവരുടെ ഏറ്റവും പുതിയ ഒപ്റ്റിമസ് എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ മനുഷ്യർക്ക് ഇടയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഇവൻറ്റിന് എത്തിയിട്ടുള്ള ആളുകൾ ആ റോബോട്ടുകളോട് കുശലം ചോദിച്ചു, കുശലം പറഞ്ഞിട്ടൊക്കെ സമയം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെയും നിങ്ങളും കണ്ടിട്ടുണ്ടാകും. വളരെയധികം വേഗതയോട് കൂടിയിട്ടുള്ള റെസ്പോൺസുകൾ തന്നെയായിരുന്നു മനുഷ്യരെ പോലെയുള്ള ആ റോബോട്ടുകളിൽ നിന്ന് ശ്രവിക്കാനും കാണാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ കൂടുതലായിട്ട് പല കമ്പനികളും വിപണിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ 2025 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം ആരംഭിക്കുന്ന ഒരു വർഷമായിട്ടും 2025 മാറി വരുന്നതായിരിക്കും. ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതെങ്ങനെയായിരിക്കും എന്നൊന്നും വലിയ രീതിയിൽ ചിന്തിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യർ ചെയ്യുന്ന ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാൻ പ്രാപ്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടുകളെ പുറത്തിറക്കപ്പെടുന്നത്. അതായത് വീട്ടുജോലികൾ ചെയ്യാൻ, ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാൻ ഇത്തരത്തിലുള്ള റോബോട്ടുകൾ പ്രാപ്തമാകുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മുമ്പൊക്കെ കണ്ടിട്ടുള്ള പല ഹോളിവുഡ് സിനിമകളിലും നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ ഹോളിവുഡ് സിനിമകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ലോകത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും 2025 എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് കണ്ടറിയാൻ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങളോ? ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏത് കാര്യമാണ് യഥാർത്ഥത്തിൽ 100% സാധ്യമാകും, യഥാർത്ഥത്തിൽ നടക്കുമെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ച തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടെ ബൈ.